നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ DCC അധ്യക്ഷനെതിരായ പരസ്യ പ്രസ്താവനയിൽ INTUC ജില്ലാധ്യക്ഷൻ സുന്ദരം കുന്നത്തുള്ളിയോട് വിശദീകരണം തേടി KPCC. കഴിഞ്ഞ 14-ന് തൃശൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു സുന്ദരൻ കുന്നത്തുള്ളി DCC അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കാനിരുന്ന VD സതീഷിനെ വിലക്കിയതായിരുന്നു പ്രകോപനം. DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ ക്ഷണിക്കാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. തുടർന്ന് പരിപാടിയിൽ വെച്ച് സുന്ദരൻ കുന്നത്തുള്ളി അതിരൂക്ഷമായ ഭാഷയിൽ DCC അധ്യക്ഷനെ വിമർശിച്ചിരുന്നു. DCC അധ്യക്ഷന്റെ പരാതിയിലാണ് KPCC വിശദീകരണം തേടിയിരിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ആലപ്പുഴയിൽ രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധന. ആലപ്പുഴയിൽ റേഷൻ വിഹിതമായ 3500 കിലോ അരിയും 85 കിലോ ഗോതമ്പും കരിഞ്ചന്തയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഒരാൾ പോലീസ് പിടിയിലായി. ആലപ്പുഴ നോർത്ത് CI MK രാജേഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തോണ്ടൻകുളങ്ങര സ്വദേശിയായ ജിനു എന്നയാളെ പിടികൂടിയത്. പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനം ഉൾപ്പെടെ കിലോ കണക്കിന് റേഷൻ സാധനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. കൂടാതെ പുന്നമടയിൽ പ്രതി വാടകയ്ക്കെടുത്തിരുന്ന മുറിയിൽ നടത്തിയ പരിശോധനയിൽ അരി ചാക്കുകളിലാക്കാൻ ഉപയോഗിച്ചിരുന്ന നിരവധി പ്ലാസ്റ്റിക് ചാക്കുകൾ, ഇലക്ട്രോണിക് ട്രാസ്, ചാക്ക് തുന്നാനുള്ള മെഷീൻ, അളവു പാത്രങ്ങൾ തുടങ്ങിയവയും കണ്ടെത്തി. അരിയും ഗോതമ്പ് കടത്താനായി ഉപയോഗിച്ച വാഹനവും സാധനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാല് തൂങ്ങി നടക്കുന്നവർക്ക് സ്ഥാനം. പാലക്കാട് ജില്ലാ നേതൃത്വത്തോട് പുച്ഛം. BJPയിൽ പൊട്ടിത്തെറി. BJP പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അശ്വതി മണികണ്ഠൻ രംഗത്ത്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തിയാണ് പരസ്യമായ പോസ്റ്റിലൂടെ അശ്വതി പ്രകടിപ്പിച്ചത്. പാലക്കാട് BJPയുടെ ജില്ലാ നേതൃത്വത്തിനോട് പുച്ഛം. വാല് തൂങ്ങി നടക്കുന്നവർക്ക് സ്ഥാനമെന്നായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുതിയ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റായി കവിത മേനോനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് അശ്വതിയുടെ പ്രതിഷേധം. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും നേതൃത്വത്തിന്റെ തീരുമാനങ്ങളോടുള്ള അതൃപ്തിയുമാണ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പോലീസുകാരന് കുത്തേറ്റു. വലിയതുറ പോലീസ് സ്റ്റേഷനിലെ മനു എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കുത്തേറ്റത്. കൊച്ചുള്ളൂരിലെ വീടിന് മുന്നിൽ വെച്ച് രാത്രി 10:30-ഓടെയായിരുന്നു സംഭവം. നാട്ടുകാർ ചേർന്ന് മനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിട്ടില്ല. ബാറിൽ സംഘർഷം. മധ്യവയസ്കനെ തോക്കുകൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. എറണാകുളം കൂത്താട്ടുകുളത്ത് ബാറിൽ സംഘർഷം. യുവാക്കൾ എയർഗൺ ഉപയോഗിച്ച് മധ്യവയസ്കനെ തലക്കടിച്ചു വീഴ്ത്തി. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ അമൽ, അവറാച്ചൻ, എൽദോ തങ്കച്ചൻ എന്നിവരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിപ്പള്ളി സ്വദേശി റെജിയാണ് കാറിലെത്തി യുവാക്കൾ ആക്രമിച്ചത്. പിടിച്ചുമാറ്റാൻ ശ്രമിച്ചവർക്കാണ് പരിക്കേറ്റത്.